പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷവേഷിനോടാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്തുണ അറിയിച്ചത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ആർ ശ്രീജിത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. പലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷാവേഷിനോടാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്തുണ അറിയിച്ചത്. നേരത്തെ നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ. ശ്രീജിത്ത്, ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷാവേഷാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയത്. നാളെ സംസ്ഥാനത്തെ മീഡിയ അക്കാദമിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പലസ്തീൻ ജനതയ്ക്കുള്ള ഐക്യദാർഢ്യം ഈ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കേരള ജനത എല്ലാ കാലവും പലസ്തീനൊപ്പമാണ്. അത്തരത്തിലുള്ള ഐക്യദാർഢ്യ പ്രകടനങ്ങൾ എല്ലാ കാലവും ഒരുപോലെ സ്വീകരിച്ചിട്ടുള്ള ജനതയാണ് കേരളത്തിലെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. എല്ലാ അന്താരാഷ്ട്ര കൺവെൻഷനുകളും അട്ടിമറിച്ചാണ് പലസ്തീൻ്റെ ജനാധിപത്യ അവകാശങ്ങൾ ഇസ്രായേൽ നിഷേധിച്ചു പോരുന്നത്. അക്കാര്യത്തിലുള്ള കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടും ഈ ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറോട് മുഖ്യമന്ത്രി പങ്കുവച്ചു. എന്തായാലും ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു, നിയമസഭയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഈ പലസ്തീൻ അംബാസിഡർ നാളെ ഐക്യദാർഢ്യ സമ്മേളനത്തിലും പങ്കെടുക്കും. കേരളമെന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പലസ്തീൻ അംബാസിഡറെ അറിയിക്കുകയായിരുന്നു. നിർണായകമായ കൂടിക്കാഴ്ചയാണ്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.